Hi friends, welcome back to my channel. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് അപ്പാച്ചെ RR310 അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ലുക്സ് എങ്ങനെയുണ്ട്, വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട് എന്നെല്ലാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഫ്രണ്ട്സ്, ഈ വണ്ടി ഒരു സ്പോർട്സ് ടൂറർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഔട്ട്ലുക്ക് ഞാൻ തരാം. ഈ വണ്ടി നമുക്ക് ഒരു ഔട്ട്ലുക്ക് ഞാൻ തരാം. ഈ വണ്ടി നമുക്കൊരു സ്പോർട്സ് ടൂറർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ വണ്ടിയുടെ എന്ന് വെച്ചാൽ ഇത്രയും ഗാംഭീര്യമുള്ളൊരു ലുക്കും അതുപോലെ ഇത്രയും കിറ്റുള്ള ഒരു വണ്ടി എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര സ്പോർട്ടിയാണ്, ഷോക്ക് ഭയങ്കര ഹാർഡാണെന്ന് വിചാരിക്കും. പക്ഷേ ഐ ആം പ്രിറ്റി സർപ്രൈസ്ഡ്. ഇതിൻ്റെ ഷോക്ക് ഇസ് സൂപ്പർ. നല്ല സോഫ്റ്റ് ഷോക്സ് ആണ്. ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡാണെങ്കിലും അത്യാവശ്യം അത് എല്ലാം തന്നെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. വണ്ടി ഇച്ചിരി സ്പീഡ് എടുക്കാനും ഈ ഷോക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, റൈറ്റ്. പിന്നെ ഇത്രയും സോഫ്റ്റ്നെസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇച്ചിരി സ്പീഡിൽ ചെന്ന് ഫ്രണ്ട് പിടിക്കുമ്പം ഒരു നോസ് ഡൈവ് ഉണ്ട്, അത് അഫ്കോഴ്സ് അതവിടെ കാണും. പിന്നെ ഈ ബൈക്ക് എങ്ങനെയുണ്ട് ഓടിക്കാൻ ചോദിച്ചാൽ, ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ട്രാക്കും റേസും 2 മോഡ്സ് ലോക്ക്ഡ് ആണ്. അപ്പം നമുക്ക് ഫുൾ പവർ നമുക്ക് ഈ വണ്ടിയുടെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല, റൈറ്റ്. സോ ഫ്രണ്ട്സ്, ഈ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് ആ ഒരു റണ്ണിങ് പീരീഡ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പവർ കൂടിയ ബാക്കി 2 മോഡ്സും കൂടെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് അർബനും റെയിനും മാത്രമാണ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും ഒരു എൻജോയബിൾ ബൈക്കാണ്. ഈ ഒരു പവർ കുറവാണെന്ന് പറയാം, നല്ല എൻജോയബിൾ ഒരു വണ്ടിയാണ് ഈ RR310. അതിന് കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുന്നത്, സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എൻ്റെ അമ്മു എന്ന് തോന്നുന്ന ഒരു പവറല്ല നമുക്ക് ഈ വണ്ടിക്ക് വരുന്നത്. പക്ഷേ ഒരു 5000 RPM ഹിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ വണ്ടിയുടെ പവർ അങ്ങ് കയറുന്നത്. പിന്നെ ഈ വണ്ടിക്ക് ഡ്യുവൽ ചാനൽ ABS ആണുള്ളത്. സോ ഫ്രണ്ട്സ്, ഈ വണ്ടിക്ക് GTT എന്ന ടെക്നോളജി TVS കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഗ്ലൈഡ് ത്രൂ ട്രാഫിക്. ഇത് ഞാൻ ഡ്രോണിൻ്റെ വീഡിയോയിലും അതുപോലെ RTRൻ്റെ വീഡിയോയിലും ഞാൻ പറഞ്ഞ സെയിം കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം ഉള്ളത് കൊണ്ട് നമുക്ക് സിറ്റി കൂടെ ഫസ്റ്റ് ഇട്ട് നോക്ക് ചെയ്ത് ഓഫ് ആവും എന്ന ടെൻഷൻ ഒത്തിരി ഇല്ലാതെ തന്നെ നമുക്ക് വണ്ടി സുഖമായിട്ട് ഓടിച്ചു പോകാൻ പറ്റും. പിന്നെ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്ന 17 ഇഞ്ച് ടയേഴ്സാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ട്രാഫിക് നമുക്ക് അത്യാവശ്യം ഫ്ലിക്ക് ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു വണ്ടിയുടെ സൈസ് കണ്ട് നമ്മൾ വിചാരിക്കും ഇത് ഫ്ലിക്ക് ചെയ്താൽ ഉദ്ദേശിക്കുന്ന മാറുമെന്ന്. പക്ഷേ 17 ഇഞ്ച് ടയേഴ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ വണ്ടി നമുക്ക് അത്യാവശ്യം ഫ്ലിക്ക് ചെയ്ത് ഇപ്പം സിറ്റി ട്രാഫിക്കിലൂടെ നമുക്ക് ഓടിക്കാൻ പറ്റും. സോ ഫ്രണ്ട്സ്, ഈ ഒരു വണ്ടിയുടെ നമ്മൾ സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുന്ന കാര്യം പറയുമ്പോൾ ഈ വണ്ടിയുടെ ഗിയറും ക്ലച്ചിനെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. രണ്ടും ബട്ടർ സ്മൂത്ത് ആണ്. ബൈക്കിൻ്റെ ഗിയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹൈ ലോ ആൻഡ് ടോർക്കാണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഹൈ ഗിയേഴ്സ് ഇട്ട് അത്യാവശ്യം ലോ സ്പീഡിലാണെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കിങ് ഒത്തിരി ഇല്ല നമുക്ക് ഓടിക്കാൻ പറ്റും. സോ അതും നമുക്ക് ട്രാഫിക്കിലൂടെ പോകാൻ ഇത് അത്യാവശ്യം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ ബോഡി കിറ്റ് അഫ്കോഴ്സ് ഒരു നേക്കഡ് വെർഷനേക്കാളും അത് നമ്മൾ ഇച്ചിരി ശ്രദ്ധിച്ച് ഓടിച്ചാലേ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ വണ്ടിയെ കയറി ഓടാൻ തുടങ്ങുന്ന മുമ്പ് തന്നെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. വണ്ടി വരുന്ന മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുക ഭയങ്കര ശ്രമകരമാണ്, റൈറ്റ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വണ്ടിയുടെ വില വരുന്നത് 2,73,000 രൂപ തൊട്ട് 2,96,000 രൂപ വരെയാണ്. അപ്പം ഈ ഒരു അപ്പാച്ചെ RRന് BTO എന്ന് പറയുന്ന ഒരു വേരിയൻറ്റും കൂടെ ഉണ്ട്. അപ്പാച്ചെ RR310 BTO വേരിയൻറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ ഇതിന് ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ ഷോക്സ് വരുന്നുണ്ട്, ബ്രാസ് കോട്ടഡ് ചെയിൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലിപ്പറും അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ചും BTO മോഡലിന് വരുന്നുണ്ട്. അതിന് ഒരു വേറൊരു പെയിൻറ്റ് സ്കീമും നമുക്ക് അവൈലബിൾ ആണ്. TVS റേസിംഗ് വൈറ്റ് ആൻഡ് റെഡ് പെയിൻറ്റ് സ്കീമും നമുക്ക് അവൈലബിൾ ആണ് അപ്പാച്ചെ RR310 BTO മോഡലിന്. ഈ BTOൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ കസ്റ്റമൈസ് നമ്പറും നമുക്ക് ഫ്രണ്ട് ഒട്ടിക്കാനുള്ള ഒരു ചെറിയ ഓപ്ഷൻ BTO കിറ്റ് നമ്മൾ എടുക്കുമ്പം ആ ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് അവൈലബിൾ ആണ്. സോ BTO കിറ്റിനകത്ത് വരുന്നത് ഫ്രണ്ട് അഡ്ജസ്റ്റബിൾ ഷോക്സ് വരുന്നുണ്ട്, ബ്രാസ് കോട്ടഡ് ചെയിൻസ് വരുന്നുണ്ട്, പിന്നെ ബൈ ഡയറക്ഷണൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വണ്ടി ഒരു സ്പോർട്സ് ടൂറർ എന്ന ഒരു കാറ്റഗറിയിലാണ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ താല്പര്യം. കാരണം നമ്മുടെ കൈക്ക് ഒത്തിരി സ്ട്രെസ് വരുന്നില്ല. കൈ അത്യാവശ്യം നമുക്ക് കൈയുടെ കുഴയ്ക്കോ അല്ലെങ്കിൽ എൽബോസിനോ അത്രയും വലിയ സ്ട്രെസ് വരുന്നില്ല. പിന്നെ
റൈഡറിൻ്റെ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. സോ ഐ എം പ്രിറ്റി ഹാപ്പി വിത്ത് ദ റൈഡിങ് പൊസിഷൻ. അതിൽ ഓടിക്കാൻ നല്ല സുഖമാണ്. ലോങ് ആണെങ്കിലും വലിയൊരു ബുദ്ധിമുട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ കുറച്ച് കിലോമീറ്റേഴ്സ് ഓടിച്ചു. അപ്പോൾ ഈ വണ്ടിയിലേക്ക് നോക്കണമെന്ന് പറഞ്ഞാൽ ഐ വുഡ് സേ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ഒരു വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം പവറുള്ള വണ്ടി. പക്ഷേ നമ്മുടെ മൂഡ് അനുസരിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റണം. അതാണ് എനിക്ക് ഈ വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പം വേറെ ചില ഒരു റേസിംഗ് പെഡിഗ്രി ഉള്ള വണ്ടികളിൽ ലൈക്ക് നമ്മൾ വണ്ടി എടുത്തു കഴിയുമ്പോൾ വണ്ടി പോകാനങ്ങ് ഭയങ്കര സ്പീഡിൽ പോകാനുള്ളൊരു മൈൻഡാണ് ആ വണ്ടിക്കൊക്കെ. പക്ഷേ ഈ വണ്ടി എനിക്ക് തോന്നുന്നു നമ്മുടെ മൂഡ് അനുസരിച്ച് ഓക്കെ നമുക്ക് എന്താണോ നമ്മുടെ മൂഡ് എന്താണ്, ഇപ്പം പതുക്കെ ക്രൂയിസ് ചെയ്ത് പോകാനാണോ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. ഇച്ചിരി സ്പീഡിൽ പോകാനാണോ ഒരു 5000 RPM മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല വെടിയും പുകയും പോലെ പോകാനും ഈ വണ്ടി നമുക്ക് പറ്റും. ഈ ഒരു ബൈക്ക് നമുക്ക് ലോങ് റൈഡ്സിലും ഒരു കുഴപ്പമില്ലാതെ തന്നെ ഓടിക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു ബൈക്കിനുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഷോക്സും അത്യാവശ്യം നല്ല സൂപ്പറാണ്. ഇച്ചിരി മോശം വഴിയിൽ കൂടെ പോയിട്ടും വണ്ടി അങ്ങനെ കിടന്ന ചാടുവോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല. ആൻഡ് ഈ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ്. അത്യാവശ്യം നല്ലൊരു അഗ്രസീവ് സ്റ്റൈലിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഭയങ്കര സ്പോർട്ടി ആയൊരു വണ്ടിയാണ്. ഇത് സ്പോർട്ടിയാണ് ആസ് വെൽ ആസ് കംഫർട്ടബിൾ ആണ് ഈ ഒരു ബൈക്ക്. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് RR 310 ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഈ കാണുന്നതാണ്. RR 310 സൈഡ് പ്രൊഫൈൽ ഇതാണ്. ഭയങ്കര സ്പോർട്ടി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഒരു എന്താ പറയുന്ന ലക്ഷങ്ങൾ വാരി എറിഞ്ഞൊരു എടുക്കുന്ന ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ കൂട്ടൊരു ലുക്കാണ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നത്. പിന്നെ അത്യാവശ്യം ആ ഒരു ചേസസ് ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ നിന്നാണ് എക്സോസ്റ്റ് വരുന്നത്. സോ നമ്മൾ സാധാരണ വണ്ടികൾ കാണുന്ന പോലെ ഫ്രണ്ടിൽ നിന്നല്ല എക്സോസ്റ്റ് ടിപ്പ് വളഞ്ഞു വരുന്നത്, പുറകിൽ നിന്നാണ് വരുന്നത്. അത്യാവശ്യം ഗ്രിപ്പി ടയേഴ്സാണ്. മിഷലിൻ്റെ റോഡ് 5 ടയേഴ്സാണ് ഫ്രണ്ടും ബാക്കും. 17 ഇഞ്ച് വീൽസാണ്. അത്യാവശ്യം ഗ്രിപ്പിയാണ്. പിന്നെ എന്താ പറയുക ബാക്ക് നമ്മൾ ബാക്കിൽ നിന്നുള്ള ലുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഭയങ്കര നല്ല രീതിയിൽ അഗ്രസീവായിട്ട് തന്നെയാണ് ഈ വണ്ടിയുടെ ഒരു ബാക്ക് നമുക്ക് സ്റ്റൈലിംഗ് കാണാൻ പറ്റുന്നത്. ആൻഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാക്കിൻ്റെ സ്റ്റൈലിംഗ്. നമ്മൾ കയറി ഇരുന്നുള്ള ഒരു ലുക്കാണ് പറയുന്നതെങ്കിൽ ഇതായിരിക്കും നമുക്ക് കയറി ഇരുന്ന് കിട്ടുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത്. റൈറ്റ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മിറേഴ്സ് ഉണ്ടല്ലോ, ഈ മിറേഴ്സ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുക എന്ന് പറയുന്നത് പറ്റുന്ന കേസല്ല. ഇപ്പം ഇരിക്കുവാണെങ്കിൽ എന്ത് വലിഞ്ഞാലും നമുക്ക് ഈ മിറേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബൈക്കിൻ്റെ പക്ഷേ എനിക്കൊരു ഇഷ്ടപ്പെടാത്തൊരു മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ബാക്കിലത്തെ സീറ്റാണ്. അത് നമുക്ക് എന്താ പറയുക, ഈ ബൈക്കിൻ്റെ ഒരു പവർ വെച്ചാൽ ഒരു രീതിയിലും ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് അവിടെ ഇരിക്കാൻ ഉള്ളൊരു ഓപ്ഷൻസ് ഇല്ല എന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ബാക്ക് സീറ്റ് കൊണ്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം വണ്ടി ഒന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇത് ഭയങ്കരമായിട്ട് തെന്നിപ്പോരും. രണ്ട് ഇവിടെ ഒന്നുമില്ല നമ്മളെ ഒന്ന് പിടിച്ചു നിർത്താൻ, നേരെ ഇങ്ങ് പോരും റോഡിലേക്ക്. സോ അത് എന്തെങ്കിലും ചെറിയൊരു കാര്യം ഒരു എസ്തെറ്റിക്കൽ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ എനിക്ക് വണ്ടി മിസ് ചെയ്ത് വേറൊരു കാര്യം, ഒരു USB പോർട്ട് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം ഇപ്പം ഒരുമാതിരിയുള്ള ഇച്ചിരി ഡിസ്റ്റൻസ് പോകുന്ന എല്ലാ വണ്ടികൾക്കും തന്നെ USB പോർട്ട്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു വണ്ടിയുടെ റൈഡിംഗ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഫുഡ് റെസ്റ്റ് സീറ്റിന് നേരെ താഴെയാണ് വരുന്നത്. സോ കുറച്ച് കാൽ മടങ്ങി തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ഹാൻഡിൽ കുറച്ച് മുന്നോട്ടാണ്. സോ അതിൻ്റെ നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് മുന്നോട്ട് ടാങ്കായി ലേശം ഒന്ന് കിടന്ന് വേണം ഓടിക്കാൻ. പക്ഷേ അത്യാവശ്യം റീച്ച് ഉണ്ട്. അതുകൊണ്ട് കൈക്ക് വലിയൊരു ആയാസം എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഐ ബിലീവ് ഇതൊരു സ്പോർട്സ് ടൂറർ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ അഫോർഡബിൾ ആൾക്കാരുടെ സ്പോർട്സ് ടൂറർ എന്ന് പറയാൻ പറ്റും. സോ അതൊക്കെയാണ് എനിക്ക് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്.
സോ ഫ്രണ്ട്സ്, ഈ ഒരു ബൈക്കിൽ നമുക്ക് നമ്മുടെ 3 ഡിജിറ്റൽ ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടി വി എസിൻ്റെ ബ്ലൂടൂത്ത് ആപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിനി ഈ വണ്ടിയുടെ ഒരു റൈഡ് വീഡിയോ കാണാം.